നമ്മളുടെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്ന ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. ആഴപ്പെട്ട വിശ്വാസം, ആഴപ്പെട്ട പ്രത്യാശ, ആഴപ്പെട്ട സ്നേഹം. എനിക്ക് വളരെ പെരിഫറലായിട്ടുള്ള ഒരു കാര്യവും പാടില്ല. ആഴങ്ങളിലേക്ക് പോകുന്ന ഒരു വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഞാൻ ഇന്നിവിടെ വന്ന് ഇങ്ങനെ ഈ വേദിയിൽ ഇരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ സിമി എന്നെ കണ്ട് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ തരുമ്പോൾ ഇത്രയും വലിയൊരു സല്യൂട്ടേഷൻ മറ്റൊന്നും ആവശ്യമായി വന്നില്ല. ഈ ഒരു അപരിചിത സമൂഹത്തിന് മുന്നിൽ വേദിയിലേക്ക് വരികയും എൻ്റെ 2 കവിളിലും നെറ്റിയിലും ഒക്കെ ഉമ്മ വയ്ക്കുക എന്ന് പറഞ്ഞപ്പോൾ 3 2 5 വർഷം നമ്മുടെ ക്ലാസ്സിൽ ഒരു വിദ്യാർത്ഥിനി ഇരുന്നു. അവൾക്ക് ഞാൻ എന്തായിരുന്നു എന്നതിൻ്റെ ഒരു പ്രഖ്യാപനമാണ്. ജീവിതം അത് ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറയുന്നുണ്ട്. കാരണം അധ്യാപകരുടെ ജീവിതത്തിൽ പ്രശസ്തി പത്രങ്ങളോ അവാർഡുകളോ ഒന്നുമല്ല പ്രധാനപ്പെട്ട കാര്യം. നമ്മളെ ഓർക്കുന്ന ഈ പറയുന്ന ആഴപ്പെട്ട സ്നേഹത്തിൻ്റെയും അവരുടെ ജീവിതത്തിൽ അറിവിൻ്റെ ഏതെങ്കിലും സാധ്യതകൾ അവരെ തന്നെ ഓർമ്മിപ്പിച്ച്, അതായത് നമ്മൾ ചെയ്യുന്ന ഒരാളുടെ കഴിവുണ്ടെന്ന് അവരെ ഓർമ്മിപ്പിക്കുക. അത്രയും ജോലിയേ ഉള്ളൂ അധ്യാപകർക്ക്. അതായത് നിനക്കൊരു കഴിവുണ്ട്, യു ക്യാൻ എന്ന് പറയും. അത്രയാണ് അധ്യാപകർ. സ്നേഹവും അയാളിലുള്ള കഴിവിനെക്കുറിച്ച് അയാളെ സജ്ജമാക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു ജനതയുടെ മുന്നിൽ എൻ്റെ അധ്യാപിക അവിടെ വന്നിരിക്കുകയാണെന്ന് വിചാരിക്കട്ടെ, സ്റ്റേജിലേക്ക് കയറി വരുവാനും അവരെ അത്തരത്തിലൊരു സല്യൂട്ടേഷൻ നിർവഹിക്കാൻ, വന്ദനം ചെയ്യാനും എനിക്ക് ചിലപ്പോൾ ധൈര്യം ഉണ്ടായെന്ന് വരില്ല. അപ്പോൾ സിമി പൗലോസിനെ ഓർക്കുമ്പോൾ ഞാൻ ഓർക്കുന്നത് മറ്റൊരു പ്രകരണമാണ്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 14 അധ്യായത്തിൽ ഒരു സന്ദർഭമുണ്ട്. അത് പക്ഷേ ആ കോണ്ടെക്സ്റ്റ് എല്ലാം ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയൊന്നും എടുക്കണ്ട. പക്ഷെ അവിടെ ഒരു വന്ദനമുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. മാർക്കോസിൻ്റെ സുവിശേഷം 14 അധ്യായം. മാർക്കോസിൻ്റെ സുവിശേഷം 16 അധ്യായമേ ഉള്ളൂ. അപ്പോൾ തീരാറാകുന്ന സമയത്താണ് യേശു കുഷ്ഠരോഗിയായ ശീമോന്റെ വീട്ടിൽ ചെല്ലുകയാണ്. പന്തിയിലിരിക്കുന്ന അവൻ്റെ അടുത്തേക്ക് ഒരു സ്ത്രീ ഒരു വെൺകൽ ഭരണി നിറയെ സുഗന്ധദ്രവ്യവുമായി വന്ന് അവൻ്റെ ശിരസിൽ അത് ഒഴിച്ചു, ലേപനം ചെയ്തു. അപ്പം മറ്റുള്ളവർ പറയുകയാണ്, ഇത്രയും പണം ഇവൾ വെറുതെ 300 നാണയം വെറുതെ കളഞ്ഞു. അത്രയും വിലയുള്ള കാര്യമാണ്, അത് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നല്ലോ എന്ന് പറയുന്നു. അപ്പോൾ ക്രിസ്തു പറയുന്നു, അവൾ ഏറ്റവും മനോഹരമായി ചെയ്തിരിക്കുന്നു എന്ന് ചില ട്രാൻസ്ലേഷൻ കാണുന്നു. എനിക്ക് പ്രസാദമായത് ചെയ്തിരിക്കുന്നു. പല ട്രാൻസ്ലേഷൻ പല രൂപത്തിലാണെങ്കിലും ആ ജസ്റ്റർ, ആ പ്രവൃത്തിയെ യേശു അഭിനന്ദിക്കുകയാണ്. അതിനൊരു പ്രത്യേകതയുണ്ട്. അതാണ് സ്ത്രീകളുടെ ഒരു ഭാഗധേയത്തെക്കുറിച്ച്. നമ്മളെല്ലാവരും സ്ത്രീകളാണ്. ഇത്തരത്തിലുള്ള ഒരു മർത്തമറിയം വനിതാ സമാജം എപ്പോഴും ഒരു സ്ത്രീയുടെ ഭാഗധേയം ഈ സമൂഹത്തിൽ, സഭയിൽ, ലോകത്തിൽ, കുടുംബത്തിൽ ഇടപെടുന്ന ഇടങ്ങളിലൊക്കെ എങ്ങനെ ആയിരിക്കണമെന്നാണ് പലപ്പോഴും പറയാൻ ശ്രമിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എനിക്ക് ഈ സമാജവുമായിട്ട് വ്യക്തിപരമായിട്ട് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. ബട്ട് ഇങ്ങനെ ആവണം പൊതുവെ വിമൻസ് ഫെലോഷിപ്സ് എല്ലാം പറയുക എന്നാണ് കരുതുക. ആ പ്രവൃത്തിയെ ഇതിനകത്തൊരു പ്രത്യേകതയുണ്ട്. ആ സന്ദർഭത്തിന് നമ്മൾ ആ സുവിശേഷ വിഭാഗത്തിൽ നോക്കുമ്പോൾ അറിയാം, തൊട്ടു മുന്നിൽ നടക്കുന്ന ഒരു കാര്യം എന്താണ്? പുരോഹിതന്മാരൊക്കെ കൂടിയിരുന്ന് ഒരു ആലോചന നടത്തുകയാണ്. ചെയ്യുന്നുണ്ട്, ദൈവദൂഷണ കുറ്റമാണ് ഇയാൾ ചെയ്യുന്നത്. അവർക്ക് അങ്ങനെ ഒരു വിശ്വാസമാണ് ഉള്ളത്.
ഇയാളെ എന്ത് ചെയ്യണം? പക്ഷെ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ ജനങ്ങൾ നമ്മൾക്കെതിരാകും എന്നവർ പറയുകയാണ്. ഈ എപ്പിസോഡിന് ശേഷം തൊട്ടു പിന്നാലെ വരുന്ന കാര്യം, യൂദാസ് യേശുവിനെ ഒറ്റുകൊടുക്കാൻ സമ്മതിക്കുന്ന സന്ദർഭമാണ്. അപ്പോൾ ഒരു ജനം മുഴുവൻ തന്നെ, അല്ലെങ്കിൽ അതിലെ ഏറ്റവും അധികാരപ്പെട്ട ആളുകൾ യേശുവിന് എതിരാണ് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ സ്ത്രീ ധൈര്യപൂർവ്വം ആ വേദിയിലേക്ക് വരികയും പന്തിയിലിരിക്കുന്ന അദ്ദേഹത്തെ സുഗന്ധ പൂശുകയും ചെയ്യുന്നത്. ഇത് നടക്കുന്നത് ബഥാന്യയിലാണ്. ബഥാന്യയെക്കുറിച്ച് പറയാം, ഹൗസ് ഓഫ് ഫിഗ്സ് എന്ന് പറയാറുണ്ട്. ബഥാന്യ എന്നുള്ള പദത്തിന് ബഥാന്യ, അത്തികളുടെ വീട് എന്നർത്ഥമുണ്ട്. മറ്റൊരർത്ഥം അതിന് പറയാറുണ്ട്, ഹൗസ് ഓഫ് മിസറി എന്നും പറയാറുണ്ട്, സങ്കടങ്ങളുടെ വീട് എന്നും പറയാറുണ്ട്. അതിൻ്റെ കാര്യം, ഇത് ജെറൂസലേമിൽ നിന്ന് 2-2.5 കിലോമീറ്റർ അല്ലെങ്കിൽ 2-2.5 മൈൽ ഉള്ളിലുള്ള, അകലേക്ക് മാറി ഉള്ളിലുള്ള ഒരു പ്രാന്തപ്രദേശമാണ്. പൊതുവെ ഇസ്രായേലിൽ യഹൂദരുടെ ഇടയിൽ പകർച്ചവ്യാധികൾ, എന്ന് എനിക്ക് തോന്നുന്നു യേശുവിൻ്റെ പരസ്യ ജീവിതകാലത്ത് സുഖപ്പെടുത്തുന്നവരിൽ പല സന്ദർഭത്തിൽ കുഷ്ഠരോഗികൾ വരുന്നുണ്ട്. പഴയ നിയമത്തിലും കുഷ്ഠരോഗിയുണ്ട്. കുഷ്ഠരോഗിയായ നയമാൻ്റെ കഥ നമ്മൾ അതിൽ വായിക്കുന്നുണ്ട്. 10 കുഷ്ഠരോഗികളെ കർത്താവ് സുഖപ്പെടുത്തുന്ന സന്ദർഭം നമ്മൾ കാണുന്നുണ്ട്. അല്ലാതെയും കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുന്ന സമയം കാണുന്നുണ്ട്. അക്കാലത്ത് ബൻഹർ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള സിനിമയിൽ അതിൻ്റെ നരേഷൻസ്, ക്ലാസിക് മൂവിയാണ്. സിനിമയിലും ഈ പറഞ്ഞ, അതായത് മിക്സ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ മാറ്റിപ്പാർപ്പിക്കപ്പെട്ടവരുടെ ഒരു ഇടം എടുത്താണ് പറയുന്ന കുഷ്ഠരോഗിയായ ഷീമോൻ. പക്ഷെ അവിടെ ധാരാളം മനുഷ്യരുണ്ട്. അയാൾ എനിക്ക് തോന്നുന്നത് സമ്പന്നനായിരിക്കണം. അവിടേക്ക് എല്ലാ പ്രാതികൂല്യങ്ങളെയും, സ്റ്റിഗ്മ, പലതരത്തിലുള്ള മുൻവിധികളുണ്ട്. ഇയാൾ കുറ്റക്കാരനാണ്, ഇയാൾ പ്രശ്നകാരിയാണ്, ജനങ്ങൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കുന്ന ആളാണ് എന്നൊക്കെയുള്ള അത്തരത്തിലുള്ള കോൺസ്പിറസി അല്ലെങ്കിൽ അത്തരം ചിന്തകൾ നടക്കുന്നിടത്തേക്കാണ് ഒരു സ്ത്രീ കടന്നു വരികയും അവനെ വന്ദനം ഇത് വന്ദനമാണ്, അദ്ദേഹത്തെ അല്ലെങ്കിൽ അവനെ, ക്രിസ്തുവിനെ അഭിഷേകം ചെയ്യുകയും ചെയ്യും. ഇതാണ് ആഴത്തിലുള്ള സ്നേഹം. എത്രയൊക്കെ പ്രാതികൂല്യങ്ങളാണെങ്കിലും അത് ദുരന്ത ഭൂമിയാവാം, ഗൂഢാലോചനകളുടെ ഭൂമിയാവാം, വിരുന്നുവേളയാവാം, അവിടെ വന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സ്നേഹമുണ്ട്. സ്ത്രീയുടെ സ്നേഹത്തിൻ്റെ പ്രത്യേകത അതാണ്. സ്ത്രീകളാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ പഴയ കഥ തൊട്ട് സ്നേഹിക്കുന്ന ആളിനെ വേണ്ടി വീടിട്ടിട്ട് പോകുന്ന കൂടുതലും സ്ത്രീകളാണ്. സ്ത്രീകളുടെ സ്നേഹം എന്ന് പറയുന്നത് അതാണ് ഈ സൊസൈറ്റിക്ക് ആവശ്യമായിരിക്കും. അതൊരു ഉപരിപ്ലവമായ സ്നേഹമല്ല. എല്ലാവരും വിമർശിക്കുമ്പോൾ കർത്താവ് ഇവളുടെ പ്രവൃത്തിയെ അംഗീകരിക്കുകയാണ്. ആ സ്നേഹത്തെ മതിക്കുകയാണ്, വില കൊടുക്കുകയാണ്. ഇന്നത്തെ ഈ ഭൂമി നമ്മൾ കാണുന്നത് പലതരത്തിൽപ്പെട്ട വിഭാഗീയതകളുടെ, വിദ്വേഷത്തിൻ്റെ, വെറുപ്പിൻ്റെ. ഞാനിപ്പോൾ എൻ്റെ അടുത്തിരുന്ന ജേക്കബ് അച്ഛനോട്, അദ്ദേഹം അഹമ്മദാബാദിലാണ്. ഉള്ളിൽ ഞാൻ ഗുജറാത്തിൽ കൂടെ ഒക്കെ പല പ്രാവശ്യം യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പം ഉള്ളിൽ എനിക്കൊരു ടെൻഷനുണ്ട്. കാരണം ഈ ഒരു ക്രിസ്ത്യൻ നെയിമുള്ള എനിക്ക് എന്തെങ്കിലും പ്രശ്നം വരുമെന്ന്. പക്ഷെ അച്ഛൻ വളരെ കൂളായിട്ട് അവിടെ ഇതൊന്നുമുള്ള പ്രശ്നമൊന്നും ഇല്ലാത്ത രീതിയിലാണ്. എൻ്റെ ഒരു ബ്രദറും അവിടെ പ്രീസ്റ്റാണ്. അപ്പോൾ ഈ ഹെയ്റ്റ് വളരുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ സകല മുൻവിധികളെയും മറികടക്കുന്ന ആഴമുള്ള ഒരു സ്നേഹത്തിന് വേണ്ടി അതിൻ്റെ വക്താക്കളും പ്രയോക്താക്കളുമാകണമെന്നാണ് ഈ കീനോട്ടിൽ എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. വേറെ ഒരുപാട് അറിവൊന്നും പറയാനായിട്ടില്ല. സ്നേഹിക്കുക. സെയിന്റ് പോൾ എഴുതുന്നുണ്ട്, സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുന്നില്ല, നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അല്ലേ?
അത് അത്തരത്തിലുള്ള ഒരു സ്നേഹമാണ് ഇന്നത്തെ സമൂഹത്തിന് ആവശ്യം. മറ്റൊന്ന് വിശ്വാസമാണ്. ഇവിടെ ഈ അമ്മച്ചി ഞാൻ വന്നപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എത്ര പ്രാതികൂല്യങ്ങളുടെ നടുവിലാണ് ആ ഫെയ്ത്ത് മലങ്കര സഭയിൽ ക്രിസ്തീയ വിശ്വാസത്തിൽ നിലനിൽക്കാൻ വേണ്ടിയുള്ള ആ ഒരു ആ വലിയ ഒരു വിശ്വാസ ശക്തിയുണ്ട്. ബൈബിൾ പുതിയ നിയമത്തിൽ ഏറ്റവും അധികം ഈ വിശ്വാസ ശക്തിയുടെ മെച്ചം ദാർഢ്യം കാണിക്കുന്ന നിരവധി എപ്പിസോഡുകളിൽ ഏറ്റവും കൂടുതൽ വരുന്നത് വിജാതീയരും സ്ത്രീകളുമാണ്. ഇസ്രായേലിൽ പോലും ഞാൻ ഇതുപോലെയുള്ള വിശ്വാസം കണ്ടിട്ടില്ല എന്ന് കർത്താവ് പറയുന്നുണ്ട്. വിജാതീയന്റെ വിശ്വാസത്തെക്കുറിച്ചാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ കനാന്യ സ്ത്രീയുടെ, എനിക്ക് തോന്നുന്നത് പലരും മാർക്കോസ് പറയുന്നുണ്ട്, സീറോ ഫിനീഷ്യൻ സ്ത്രീയുടെ വിശ്വാസമായിട്ട് പറയുന്നുണ്ട്. എനിവേ കനാന്യ സ്ത്രീയുടെ വിശ്വാസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. കർത്താവിൽ അവൾ വിശ്വസിക്കുകയാണ്. എനിക്കിത് അവിടുന്ന് തരും, എൻ്റെ മകൾ സുഖമാകണം. കർത്താവിനോട് അവൾ പറയുന്നുണ്ട്, മറുപടി പറയുന്നുണ്ട്. എന്താണ്? യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ കൊണ്ട് നായക്കുട്ടികളും ജീവിക്കുന്നില്ല. ഇതെങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ? നമ്മൾ ഇന്ന് പല വിധത്തിലുള്ള അത്ഭുതങ്ങളുടെ ഒരു ലോകത്തെയാണ് പലപ്പോഴും പ്രതീക്ഷിക്കുന്നത്. ദൈവത്തെ നമ്മൾ പലപ്പോഴും കാണാം. അതുകൊണ്ട് ആ പാസ്റ്ററിന്റെ അടുത്ത് പോയാൽ അല്ലെങ്കിൽ അവിടെ പോയാൽ മെച്ചമാണ്. പക്ഷേ കർത്താവിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആഴമുള്ള പ്രാതികൂല്യങ്ങളാണ്. കർത്താവ് തന്നെ അവിടെ ഇരിക്കുന്ന ആളുകളുടെ വംശീയമായ ബോധ്യങ്ങളെ ഒന്ന് പ്രശ്നവൽക്കരിക്കത്തക്ക വിധത്തിലാണ് ഞാൻ ഇവർക്ക് വേണ്ടിയാണ് വന്നത്. യഹൂദന്മാരാണ് ചുറ്റുമുള്ളത്. പക്ഷെ അവളുടെ ആ വിശ്വാസം, അതാണ് ഇന്ന് ആവശ്യം. പ്രവാചകന്മാർ പലതവണ പറയുന്നുണ്ട്, ഈ പലതരത്തിൽപ്പെട്ട ഈ പരമ്പരാഗതമായ വിശ്വാസങ്ങളിൽ നിന്ന് മൂത്ത കുഞ്ഞുങ്ങളെ മോളക്കെന്ന് പറയുന്ന ദേവന് വേണ്ടി തീയിലിടുന്നവർ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ തീയിലിടുന്നില്ലേ എന്ന് പ്രോഫറ്റ് ചോദിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ അടുത്ത കാലത്ത് ഈ ഓൺലൈൻ മാധ്യമങ്ങളിൽ പലതരത്തിൽപ്പെട്ട ആഭിചാരങ്ങളിലേക്ക് കേരളം മാറിപ്പോകുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കുന്ന വാർത്തകൾ അത് പറയുന്നുണ്ട്. മോളക്കെന്ന് പറയുന്ന പഴയ ഒരു ഗോത്ര ദൈവം പ്രസാദിക്കുന്നതിന് വേണ്ടി കുഞ്ഞുങ്ങളെ ബലി കൊടുക്കാൻ തയ്യാറായിരുന്നു. ഈ അടുത്ത കാലത്ത് ശ്രദ്ധിക്കപ്പെടാൻ കാരണം എപ്സ്റ്റീൻസ് ഫയൽസ് വന്നപ്പോഴാണ്. പക്ഷെ ഞാൻ അതിന് മുൻപ് അത് വായിച്ചിരുന്നപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു ദൈവം കുഞ്ഞുങ്ങളെ ബലി കൊടുക്കുന്ന വിധത്തിൽ വ്യാജ വിശ്വാസത്തിന്റെ ഇത്തരത്തിലുള്ള ധാരാളം സാധ്യതകളുള്ള ഒരു ലോകത്തിലാണ് ഇന്നത്തെ ക്രിസ്തീയ വിശ്വാസം നിലനിൽക്കുന്നത്. കനാന്യ സ്ത്രീയുടെ വിശ്വാസം അവിടെ ആവശ്യമാണ്. റോമൻ ഭരണകൂടവും യഹൂദ പൗരോഹിത്യവും വിചാരണ ചെയ്ത് കുരിശിൽ തറച്ചു കൊന്നു എന്ന് അവർ വിശ്വസിക്കുന്ന ഒരുവന്റെ കല്ലറയിലേക്ക് അതീ പുലർകാലത്തെ എത്തുന്ന സ്ത്രീകളുടെ വിശ്വാസം പ്രധാനപ്പെട്ടാണ്. അവിടെ റോമൻ പട്ടാളക്കാർ കാവല് നിൽക്കുന്നുണ്ട്. അതിലൊരാളോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടെ കർത്താവിനെ അവരെന്തു ചെയ്തു, എൻ്റെ ഗുരുവിനെ അവരെന്തു ചെയ്തു എന്ന് ചോദിക്കുന്നുണ്ട്. മരണത്തിലും അവസാനിക്കാത്ത ഒരു വിശ്വാസമുണ്ട്. സ്ത്രീകളുടെ ഒരു വലിയ ശക്തിയാണത്. 2000 വർഷം മുൻപാണ് ഈ ശക്തി പ്രകടമായിരിക്കുന്നത്. കർത്താവിനോട് ചോദിക്കാവുന്ന, നായക്കുട്ടികൾ ജീവിക്കുന്നില്ലേ എന്ന് ചോദിച്ച വിശ്വാസമുണ്ട്, ഉറപ്പാണ്. മറ്റതെന്താണ്? മരിച്ചതുകൊണ്ട് അവസാനിക്കുന്നില്ല, മരണത്തിലും അവസാനിക്കാത്ത ഒരു വിശ്വാസമുണ്ട്. സ്നേഹമുണ്ട്, വിശ്വാസമുണ്ട്, പ്രതീക്ഷയുണ്ട്. ഇത് മൂന്നുമാണ് ആ 3 സ്ത്രീകളായി അവിടെ എത്തിയിരിക്കുന്നത്, കല്ലറയിൽ എത്തിയിരിക്കുന്നത്. സ്ത്രീകൾ എത്ര പവർഫുൾ ആണെന്ന് ഓർക്കുക. ഈ അമ്മച്ചിയെ കണ്ടപ്പോഴാണ്, പവർഫുൾ ആണ്, പവറാണ് അല്ലേ?
എല്ലാരും പവറല്ലേ അല്ലേ? ഉച്ചയായതുകൊണ്ട് പവറൊക്കെ പോയെന്തോ. അപ്പോൾ പവറാണ്, പവർഫുള്ളാണ്. ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ ദൈവമുണ്ട്. ഹൃദയത്തിലുണ്ട്, മനസ്സിലുണ്ട്, ഭൂമിയിലുണ്ട്, മരണാനന്തരവും ഉണ്ട്. പ്രതീക്ഷിക്കുക. നീതിയില്ലാത്ത ന്യായാധിപന്റെ അടുത്ത് നിരന്തരം തനിക്ക് വേണ്ടി വാദിക്കാൻ ചെല്ലുന്ന, പറയാൻ ചെല്ലുന്ന, അയാൾ നീതി നടത്തി തരുമെന്ന് വിശ്വസിക്കുന്ന, പ്രതീക്ഷിക്കുന്ന സ്ത്രീയെയാണ് കർത്താവ് ഉപമയായി പറയുന്നത്. നീതിയില്ലാത്ത ന്യായാധിപന്റെ അടുത്ത് അപേക്ഷിക്കുന്നുണ്ട്. അങ്ങനെയുള്ളെങ്കിൽ നീതിമാനും കാരുണ്യവാനുമായ ദൈവം നിങ്ങളെ ഉപേക്ഷിക്കില്ല എന്ന വിശ്വാസം. വ്യാജവിശ്വാസങ്ങളുടെയും അസത്യങ്ങളുടെയും, ഇതിപ്പം നമ്മൾക്കറിയാം, ഫിലിപ്പ് തരകനച്ചൻ വളരെ ഫിലോസോഫിക്കലായിട്ടൊക്കെ സംസാരിക്കുന്ന ആളാണ്. സഖറിയാസ് തിരുമേനി, സഖേർ എന്നുള്ള വാക്ക്, സഖറിയാസ് തിരുമേനിയും അങ്ങനെയാണ്. ദിയാസ്കോറസ് തിരുമേനിയും ഇത്തരത്തിലുള്ള അറിവ് നിറഞ്ഞ മനുഷ്യരാണ്. അവരുടെ ഇടയ്ക്ക് എൻ്റെ അറിവ് ഒരു അറിവല്ലെങ്കിലും ഈ ഒരു സ്വപ്രത്യയ സ്ഥൈര്യത്തോടു കൂടി ഞാൻ സംസാരിക്കുന്നത് ഈ 3 കാര്യം. ഈ ലോകത്തിൽ ഇത് ആവശ്യമാണ്. സ്ത്രീയിൽ ഇതുണ്ടെങ്കിലേ വീട്ടിൽ നിലനിൽക്കുകയുള്ളൂ. നമ്മൾ കാറ്റിലാടുന്ന, നിങ്ങൾ എന്ത് കാണാനാണ് പോയതെന്ന് കർത്താവ് ചോദിക്കുന്നുണ്ട്. കാറ്റിലാടുന്ന ഞാങ്ങണയാണോ? മുഴങ്ങുന്ന ചെമ്പാണോ? അതൊന്നുമല്ല. ആഴത്തിലുള്ള വിശ്വാസം, ആഴത്തിലുള്ള പ്രതീക്ഷ, ആഴത്തിലുള്ള സ്നേഹം. ഇത് 3ഉം വേദപുസ്തകത്തിലെ സ്ത്രീകളിലുണ്ട്. ഇവിടെ ജസ്റ്റ് ഞാൻ ആ ബുക്കിൽ കൂടി ഒന്ന് പോയി ഒന്ന് മറിച്ചു വിട്ടു. ഹന്ന എന്ന് പറയുന്ന, എനിക്ക് തോന്നുന്നു വൈധവ്യത്തിൽ നിന്നാണ് ഈ പറഞ്ഞ ഒരു സമാജത്തിലേക്ക് എത്തുക. അതിൻ്റെ അടിസ്ഥാനം വിശ്വാസമാണ്. എൻ്റെ വാക്കുകളല്ല, സെയിന്റ് പോൾ പറയുന്നുണ്ട്, വിശ്വാസവും പ്രത്യാശയും സ്നേഹവും. അപ്പോൾ അതുകൊണ്ട് സ്നേഹം ഉപവിയിലേക്ക്, കരുണയിലേക്ക് നയിക്കും. ഒരു അറിവും, അതായത് ഒരു പ്രജ്ഞയും കരുണയില്ലാത്തതാണെങ്കിൽ അത് പ്രജ്ഞയല്ല. അധ്യാപകർക്കും മാതാപിതാക്കൾക്കും പൗരോഹിത്യത്തിനും ഉദ്യോഗസ്ഥർക്കും ഒക്കെ ആവശ്യമാണ്. ശ്രീബുദ്ധനാണ് പ്രജ്ഞയെയും കരുണയെയും തമ്മിൽ ബന്ധിപ്പിച്ച് പറയുന്നത്. പ്രജ്ഞ ബുദ്ധിയാണ്, അറിവാണ്. പക്ഷെ ഏത് അറിവിലും കരുണയുടെ മിക്സിംഗ് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ അതിന് ഉണ്ടാകുള്ളൂ. ലിവിങ് സ്റ്റോൺസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ബൈബിൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നിങ്ങൾ ജീവനുള്ള കല്ലുകളാണ്. നമ്മളൊക്കെയും ഈ ജീവനുള്ള കല്ലുകളിൽ പണിഞ്ഞാൽ മാത്രമേ വീടും സഭയും രാഷ്ട്രവും സമൂഹവും ഈ പറഞ്ഞ ജീവനുള്ള ഇടമായി മാറുകയുള്ളൂ. ജീവനാണ് പ്രധാനപ്പെട്ടത്. കോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ല എങ്കിൽ അത് ജീവിക്കുന്നില്ല. നമ്മൾക്ക് ഈ നമ്മുടെ വീടിനു വേണ്ടി, സഭയ്ക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, ദേശത്തിന് വേണ്ടി സ്വയം അഴിയാൻ, ഇല്ലാതാകാൻ സാധിക്കുന്നിടത്താണ് ജീവൻ നിലനിൽക്കുക. സ്വാർത്ഥതയാണ് വർദ്ധിച്ചു വരുന്നത്, വിഭാഗീയതയാണ് വർദ്ധിച്ചു വരുന്നത്, വിദ്വേഷമാണ് പോരിന് വിളിക്കുന്നത്. ഇത്തരം ഒരു യുദ്ധകാഹളങ്ങളാണ് എവിടെയും കേൾക്കുന്ന, യുദ്ധഭീതികളാണ് എവിടെയും കേൾക്കുക. യുദ്ധകാഹളങ്ങളും യുദ്ധഭീതിയും നിലനിൽക്കുന്ന ഒരിടത്തിൽ ഒരു വിമൻഹുഡിനുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഇതുതന്നെയാണ്. ജീവന്റെ സംരക്ഷകരാകുക, ജീവന്റെ പ്രോത്സാഹകരാകുക, ജീവന്റെ വക്താക്കളാകുക. അതിന് ആഴം ആവശ്യമാണ്. വെറുതെ കുഴിച്ചിടാൻ കരിഞ്ഞു പോയെന്ന് വരും, ഞെരിങ്ങിപ്പോയെന്ന് വരും. പക്ഷെ ആഴത്തിൽ വെള്ളവും ബലവും പ്രതീക്ഷയും വിശ്വാസവും കൊണ്ട് സ്നേഹം നിലനിൽക്കാൻ ആ ഉത്തരവാദിത്വം ഒരു വിമൻ ലൈഫിനുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അഭിവന്യ ദിയാസ്കോറസ് തിരുമേനി വിജ്ഞാനകോശത്തെക്കുറിച്ച് പറഞ്ഞു. ബിബ്ലിക്കൽ ഒരു സെൻസിൽ
ശക്തരെ സിംഹാസനങ്ങളിൽ നിന്ന് മാറ്റുകയും ബലഹീനർക്ക് അത് കൊടുക്കുക. എനിക്കൊന്നും വലിയ അറിവുള്ള ആളല്ല. ഞാനൊരു മനുഷ്യൻ ജസ്റ്റ് ജനറലി അറിയാവുന്നുള്ളൂ. അത്ര പ്രഗത്ഭയും പണ്ഡിതയും ഒന്നും ആയിട്ടുള്ള ആളല്ല. പക്ഷെ എനിക്ക് സ്നേഹിക്കാൻ സാധിക്കും, അനന്തമായി വിശ്വസിക്കാൻ, ഒരു മനുഷ്യരിൽ എനിക്ക് വിശ്വസിക്കാൻ സാധിക്കും, അനന്തമായി എനിക്ക് പ്രത്യാശിക്കാൻ സാധിക്കും. ജീവിതം അങ്ങനെയാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോയത്. ഈ അമ്മച്ചിയെ മുന്നോട്ട് കൊണ്ടുപോയത് അങ്ങനെയാണ്. ബൈബിളിലെ സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുപോയത് അങ്ങനെയാണ്. ബഥാനിയയിൽ മറ്റൊരു സന്ദർഭവും ഉണ്ടായിരുന്നു. നമുക്കറിയാം, ബഥാനിയയ്ക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. ലാസറിന്റെ പട്ടണവുമാണ്. ലാസറിന്റെയും മർത്തയുടെയും മറിയയുടെയും പ്രദേശവുമാണ്. അവിടെ വെച്ച് ധനവാനായ ശീമോന്റെ വീട്ടിൽ വിരുന്നിനിരിക്കുമ്പോഴാണ് പാപിനിയായ സ്ത്രീ വന്ന് അവന്റെ കാല് കഴുകുകയും കണ്ണുനീരുകൊണ്ട് കാലു കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും തൈലം പാദത്തിൽ പൂശി. എത്ര പോയറ്റിക്കായിട്ടുള്ള എന്തൊരു വലിയൊരു ആഖ്യാനമാണ്. ഞാൻ അത് വായിക്കുമ്പോൾ എപ്പോഴും ഓർക്കും, അത് കവിതയാണ്. അനുതാപം എന്ന് പറയുന്നത്, നമുക്കൊരു അനുതാപം ഉണ്ടെങ്കിൽ, സത്യം പറഞ്ഞാൽ അനുതാപം ആവശ്യമാണ്. നമ്മളെല്ലാവരും ലംഘനങ്ങളെ പുറത്തു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. നോമ്പ് സമയത്ത് നമ്മൾ അനുതാപത്തിന്റെ പീരീഡായിട്ട്, കാലമായിട്ട് അതിനെ കരുതുന്നതാണ്. വിശേഷിച്ച് 50 നോമ്പ് കാലം. ഈ അനുതാപം റിച്വലിസ്റ്റിക്, അനുഷ്ഠാനപരതയ്ക്ക് അപ്പുറത്തേക്ക് ആഴത്തിലുള്ള അനുതാപമാകണം. നമ്മളുടെ മിസ്റ്റേക്കിനെ കുറിച്ച് ഏറ്റവും വലിയ മിസ്റ്റേക്ക് സ്നേഹലംഘനമാണ്. കർത്താവ് 10 പ്രമാണത്തെയും നമ്മൾ സദാസത്യവാക്യം, കുട്ടികൾ മാത്സ് ഒക്കെ പഠിക്കുമ്പോൾ അറിയാം അല്ലേ, A+B². ആ 2 എന്ന് പറയുന്ന ഒറ്റ ഒരു കോമൺ ഫാക്ടറിലേക്ക് മാറ്റി, എന്താണ്, എല്ലാറ്റിലും ഉപരി ദൈവത്തെ സ്നേഹിക്കുക, തന്നെ പോലെ സഹോദരനെ സ്നേഹിക്കുക. സ്നേഹലംഘനമാണ് ഏറ്റവും വലിയ പാപം. അനുതാപത്തിന്റെ ഇടങ്ങളിൽ അത് ആവശ്യമാണ്. ആ സ്ത്രീ പബ്ലിക്കാണ്. അവിടെ വന്നിട്ടാണ് അവൾ കരയുന്നത്, കണ്ണുനീരുകൊണ്ട് കാല് കഴുകുക. എൻ്റെ തന്നെ ഒരു കവിതയിൽ അത് എഴുതിയിട്ടുണ്ട്. മറിയ എന്ന് തന്നെയാണ് വിളിച്ചുകൊണ്ടാണ് അത് പറയുക. കണ്ണുനീരി കാല് കഴുകി തലമുടി കൊണ്ട് തുവർത്തി സുഗന്ധം പാദത്തിൽ പുരട്ടുന്ന മറിയയെ കുറിച്ച് ഓർക്കുക. അപ്പോൾ കർത്താവ് പറയുന്നുണ്ട്, നീ, അതും ഒരു സല്യൂട്ടേഷനാണ്, വന്ദനം തന്നെയായിരുന്നു. നീ എനിക്ക് കാല് കഴുകാൻ വെള്ളം തന്നില്ല. ആ പശ്ചിമേഷ്യൻ ഭാഗങ്ങളിൽ അതിഥി വന്നാൽ കാല് കഴിക്കണം. വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒഡീസിയെ തിരിച്ച് റെക്കഗ്നൈസ് ചെയ്യുന്ന സിറ്റുവേഷൻ അതാണ്. നീണ്ട കടൽ, വലിയ ട്രോജൻ യുദ്ധവും നീണ്ട കടൽ യാത്രകളും തകർച്ചകളും കഴിഞ്ഞിട്ടാണ് ഒഡീസി ഇത്താക്കയിൽ തിരിച്ചു വരുന്നത്. ആ സമയത്ത് അവനെ ആർക്കും അറിയില്ല. അവിടെ രാജാവാണ് അവിടുത്തെ. പെനിലോപ്പിയെ കല്യാണം കഴിക്കാൻ വേണ്ടി ആളുകൾ അവിടെ തിരക്ക് കൂട്ടുകയാണ്. അവിടെ വന്ന ഒഡീസിയെ തിരിച്ചറിഞ്ഞത് അദ്ദേഹത്തിന്റെ കാല് കഴുകിയ വേലക്കാരി, വൃദ്ധയായ വേലക്കാരിയാണ്. അവൾ പാത്രത്തിൽ വെള്ളമെടുത്ത് കാല് കഴുകുമ്പോൾ, അതായത് ഇത്ര കടൽ യാത്രയും അലച്ചിലും കഴിഞ്ഞ് വരണ്ട പാദങ്ങളാണ്. ഇത് കഴുകുമ്പോൾ ഇവന്റെ കാൽപാദത്തിലെ പഴയ പൊള്ളലിന്റെ പാട് കണ്ടിട്ട് അവൾ ഞെട്ടിപ്പോവുകയാണ്. ഈ രാജാവാണ് വന്നിരിക്കുന്നത്. അവിടുത്തെ വലിയൊരു സന്ദിഗ്ധാവസ്ഥയ്ക്ക് അവസാനം ഉണ്ടാവുകയാണ്. ഒഡീസിയസ് കാർ എന്ന് പറയുന്ന എറിക് അവർബാക്കിന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ലേഖനമുണ്ട്. ഈ ഒറ്റ പോയിന്റിൽ നിന്നാണ് പിന്നീട് മുഴുവൻ സംഭവങ്ങളും മാറിയുന്നത്. കാല് കഴുകുകയാണ്. ആ പാടാണ് തിരിച്ചറിവിന്റെ അടയാളം. നമ്മൾ വ്യക്തികളോടും ദൈവത്തോടും സമൂഹത്തോടും പിഴവുകൾ സംഭവിക്കാറുണ്ട്. അതാരോടാണെങ്കിലും, അമ്മായിയമ്മയ്ക്കും മരുമോളോടാണെങ്കിലും, മരുമകൾക്ക് അമ്മായി അമ്മയോടാണെങ്കിലും, അമ്മായി അച്ഛനോടാണെങ്കിലും, അമ്മയോടാണെങ്കിലും, പിതാവിനോടാണെങ്കിലും, ജീവിത പങ്കാളികളോടാണെങ്കിലും, മക്കളോടാണെങ്കിലും, പുരോഹിതരോടാണെങ്കിലും,
ഉദ്യോഗസ്ഥരോടാണെങ്കിലും കീഴ് ജീവനക്കാരോടാണ് ആരോടാണെങ്കിലും നമ്മളിലൊരു പിഴവ് സംഭവിച്ചു എന്നറിഞ്ഞാൽ തീർച്ചയായും സോറി, ഞാൻ ചെയ്തത് പെശകാണ്, പിഴവാണ്, ഞാൻ അറിയുന്നു എന്ന് പറയാൻ സാധിക്കുന്നിടത്താണ് സ്നേഹം കൊണ്ട്, സ്നേഹത്തിന്റെ മുറിഞ്ഞ വൻമതിലുകൾ, സ്നേഹരാഹിത്യം കൊണ്ട് മുറിഞ്ഞ വൻമതിലുകൾ കൂട്ടിച്ചേർക്കപ്പെടുന്നത്. മനുഷ്യരെ പരസ്പരം അപരരാക്കാൻ മതിലുകളുണ്ട് എവിടെയും. അതിൽ ഏറ്റവും വലിയ മതില് പാപം തന്നെയാണ്. ഈ പാപം സ്നേഹരാഹിത്യമായ, സ്നേഹരഹിതമായ പ്രവൃത്തി തന്നെയാണ്. അത് ദൈവത്തോടോ സഹോദരൻ മറ്റുള്ളവരോടോ ആകാം. അനുതാപം ആണ് ആവശ്യം. അപ്പോൾ ധനവാനായ ശീമോനോട് ഇവൾ ചെയ്തത് ഏറ്റവും ഉചിതമാണ്. കൂടുതൽ കടമുള്ള ഇവൾക്ക് ഇളച്ചു കൊടുക്കപ്പെട്ടിരിക്കുകയാണ്. അത് അവൾ സ്നേഹിക്കുകയാണ്. ഇവൾ എൻ്റെ ശവസംസ്കാരത്തിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അവിടെയും സ്ത്രീ വേദിയിൽ വന്നാണ് തന്നെ പ്രഖ്യാപിക്കുന്നത്. ശമറായ സ്ത്രീയും അതാണ്. അവൾ ചോദിക്കുകയാണ്. അറിവെന്ന് പറയുന്നത്, നമ്മൾ ഭഗവത്ഗീത വായിക്കുമ്പോൾ അറിയാം, അർജുനന് വിഷാദം ഉണ്ടായില്ലെങ്കിൽ, അർജുനൻ ചോദ്യം ചോദിച്ചില്ല എങ്കിൽ ഗീത ഉണ്ടാവില്ല, ഭഗവത്ഗീത ഉണ്ടാവില്ല. ശമറായ സ്ത്രീക്ക് സന്ദേഹം ഉണ്ടാകുന്നു. അവൾ ചോദ്യം ചോദിക്കുകയാണ്. അറിവിന്റെ ഏറ്റവും വലിയ ഒന്നാമത്തെ ഘട്ടമാണ് നമുക്ക് ചോദിക്കാൻ സാധിക്കുക. ആർഗ്യുമെന്റേറ്ററി ഇന്ത്യൻ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. നമുക്ക് ചോദിക്കാൻ എപ്പോൾ സാധിക്കാതെ വരുന്നോ അവിടെ ബ്ലോക്കാണ്. മക്കൾക്ക് നമ്മളോട് ചോദിക്കാൻ സാധിക്കണം, ജീവിത പങ്കാളിക്ക് ചോദിക്കാൻ സാധിക്കണം. അപ്പോൾ ഈ ചോദ്യങ്ങളിൽ നിന്നാണ് ഉത്തരങ്ങൾ ഉണ്ടാകുന്നതും ഉത്തരങ്ങളിൽ നിന്നാണ് അറിവുണ്ടായതും അത് വിശ്വാസമായി സമറായ പട്ടണത്തിൽ മുഴുവൻ വ്യാപിക്കുന്നതും. കാത്തലിക് ചർച്ച്, മറ്റ് ചർച്ചസിനെ കുറിച്ച് എനിക്ക് അറിയില്ല, ചർച്ച് പ്രൊട്ടസ്റ്റന്റ് ചർച്ചും എനിക്ക് തോന്നുന്നു CSI ചർച്ചും പറയുന്നത് ഞാൻ വായിച്ചായിരുന്നു. ഈ ശമറായക്കാരി സ്ത്രീയെ ആദ്യത്തെ മിഷണറി ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഉയർപ്പിന്റെ സാക്ഷികളായവർ, ആദ്യത്തെ പ്രേഷിതയായവൾ, അയക്കപ്പെട്ടവൾ, പ്രേഷിത എന്നുള്ള വാക്കിന് അർത്ഥം അത്രേ ഉള്ളൂ, അയക്കപ്പെട്ടവളായവൾ, അറിവിനു വേണ്ടി ദാഹിക്കുന്നവൾ, അനുതാപത്തിന്റെ, വന്ദനത്തിന്റെ ഒക്കെ ധീരമായിട്ടുള്ള നിരവധി സീക്വൻസ് ബൈബിളിലുണ്ട്. അത് നമ്മൾ സന്ധ്യയ്ക്കോ പുലരിയിലോ വായിച്ചും അടച്ചു വെക്കുന്ന ഒന്നല്ല വിശുദ്ധ ഗ്രന്ഥം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ജീവിതമാണ് അത്. ജീവിതത്തിൽ ഉടനീളം ഓരോ സീക്വൻസിലും, എൻ്റെ ക്ലാസ് മുറിയിൽ, എൻ്റെ വീട്ടിൽ, എൻ്റെ ജോലി ഇടങ്ങളിൽ, ഞാൻ ഇടപെടുന്ന സാമൂഹ്യ മണ്ഡലത്തിൽ ഒക്കെയും ഈ ബൈബിൾ അകത്തുണ്ടായിരിക്കണം. അത് വിശ്വാസമായും പ്രത്യാശയായും അറിവായും നിറവായും സർവോപരി സ്നേഹമായും ജീവിക്കുമ്പോഴാണ് ലിവിങ് സ്റ്റോൺസ് നിർമ്മിക്കപ്പെടുന്നത്. അതിനാൽ നിർമ്മിക്കപ്പെടുന്ന ജീവനുള്ള ഇടമായി വീടും നാടും നഗരവും ഒക്കെ. വീട് വാഴുക, നഗരം വാഴുക, അതാണ് പൊതുവെ ഒരു നാടൻ പാട്ടിൽ പൊതുവെ പറയുക. എനിക്കും പറയാനുള്ള അത്രേ ഉള്ളൂ. വീട് വാഴുക, നാട് വാഴുക, നന്മ പൊലിയുക, സ്നേഹം നിറയുക. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലെ സ്ത്രീകളെ ഉള്ളിൽ വഹിക്കുന്നവരും പ്രയോഗിക്കുന്നവരും ആകട്ടെ. ഇപ്പോൾ ഞാൻ ഈ ഒരു സർക്കാർ സ്ഥാപനത്തിൽ 4 കൊല്ലം ജോലിയുണ്ട്. തിരുവനന്തപുരം എനിക്ക് അറിയേയില്ല. ഒരു രാഷ്ട്രീയ പ്രവർത്തകയുമല്ലാത്ത എന്നെ ആ ജോലിയിൽ അവിടെ ആക്കി. പക്ഷെ ഞാൻ അവിടെ നിന്ന് പോരുമ്പോൾ ആ ഓഫീസിൽ നിറയുന്ന കണ്ണുകളുണ്ട്. ഞാൻ 26 വിജ്ഞാനകോശങ്ങൾ അവിടെ നിന്ന് വന്നു. ഇടറി നിൽക്കുന്ന ഒരു സ്ഥാപനത്തിന് കൈത്താങ്ങ് കൊടുക്കാൻ മറ്റു സ്ഥാപനങ്ങളുമായിട്ട് കൊളാബറേഷൻസ് ഉണ്ടാക്കി, പുറത്തു നിന്ന് ആളുകളെ കണ്ടെത്തി പുസ്തകമുണ്ടാക്കി, വിറ്റുവരവ് വർദ്ധിപ്പിച്ചു. ഇതൊക്കെയല്ല, ഇതിലുപരി മാം എന്ന് വിളിക്കുമ്പോൾ ഉള്ളിൽ വിളിക്കുന്നത് അമ്മ എന്നു പറയുന്ന, ആണെന്ന് പറയുന്ന സഹപ്രവർത്തകരാണ്. ഞങ്ങൾക്കിനി ആരുണ്ട് എന്ന് ചോദിക്കുന്ന സഹപ്രവർത്തകരാണ്. പ്രജ്ഞയോടൊപ്പം കരുണയുണ്ടായിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു പാഠമായി എൻ്റെ മുന്നിൽ നിൽക്കുന്നത്. പ്രജ്ഞയും കരുണയും നിങ്ങളെ നയിക്കട്ടെ.
എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി, നമസ്കാരം.